തുടർച്ചയായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. വളരെ ഭയങ്കര ഒരു താല്പര്യം തോന്നി. ചെയ്യണമെന്നുണ്ട്, മനസ്സിലുണ്ട്, പലതും ചെയ്യണമെന്നുണ്ട്. എൻ്റെ പേര് രമേശ്. പിന്നെ ഇവിടെ വയനാട് പൂതാടിയാണ് സ്വദേശം. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കൊറോണയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാവരും വെറുതെ ഇരിക്കുക ഇതുണ്ടായല്ലോ. അപ്പോൾ ആ സമയത്ത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മളെ ഇങ്ങനെ ഒരു മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഭാവന വന്നപ്പോൾ അത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാനത് നമുക്ക് വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും ആ ചെറിയൊരു സ്ഥല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്തത്. തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിലേക്ക് ഒരു ഭാവന വന്നു. അപ്പം ഇതിനുള്ള കാര്യങ്ങളും മറ്റുള്ള മെറ്റീരിയലൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, വീട്ടുമുറ്റൊന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചുരം എന്നുള്ള ഒരു ഭാവന മനസ്സിലേക്ക് വന്നപ്പോൾ അത് നമ്മളെ വീട്ടുമുറ്റത്ത് ആ ചെറിയ പരിമിതിക്കുള്ളിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ചുരം തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ മറ്റുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് എന്താ പറയുക, സാമ്പത്തികമായും അതിനുള്ള ടൈമും എല്ലാം വേണം. അതുകൊണ്ട് ഇപ്പോൾ ചുരം പെട്ടെന്ന് ചെയ്യാമെന്നുള്ളൊരു ഇത് തോന്നിയപ്പോൾ ഞാൻ ചെയ്തു. ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തൊക്കെ തന്നെ കോഴിക്കോടും മറ്റു നാടുകളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ നമ്മളെ വയനാട്ടിൽ നിന്ന് പോകണമെങ്കിൽ തന്നെ ചുരത്തിൽ കൂടിയാണല്ലോ യാത്ര. അപ്പോൾ അതിലെങ്ങനെ പോകുമ്പോൾ ഫസ്റ്റിൽ ഞാൻ പോയപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ മാമൻ്റെ കൂടെയാണ്, എനിക്ക് അതിന് ഓർമ്മ ശരിയാണെങ്കിൽ മാമൻ്റെ കൂടെയാണ് ഞാനിങ്ങനെ കോഴിക്കോട്ടേക്ക് പോയത്. എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയത്, ചുരം വഴിക്കായിരുന്നു പോയത്. അന്നേരം എനിക്ക് ചുരം എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ആകർഷണീയത. ആദ്യമായിട്ട് എല്ലാവരും കോഴിക്കോട് ചുരം, താമരശ്ശേരി ചുരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് മനസ്സിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു പ്രത്യേകത ഇത് എൻ്റെ മനസ്സിലേക്ക് വന്നു. അന്ന് മുതൽ എനിക്ക് ചുരത്തിനോടൊരു വളരെ ഭയങ്കര ഒരു താല്പര്യം തോന്നി. അപ്പോൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് പോയിട്ടുണ്ട്, താമരശ്ശേരി വഴി കോഴിക്കോട് പോയിട്ടുണ്ട്, പല സ്ഥലത്തും പോയിട്ടുണ്ട്. ആ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ ഈ ചുരമായിരുന്നു. ആ ചുരം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് കുറച്ച് വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഞാനത് പിന്നെ എൻ്റെ മുറ്റത്ത് അത് ചെറിയൊരു സ്ഥലപരിമിതി കുറവാണെങ്കിലും അതിൽ അലങ്കരിച്ച് വെക്കാമെന്ന് ഞാൻ കരുതിയത്. ആളുകളുടെ റെസ്പോൺസിബിലിറ്റി വളരെ വലിയ കാര്യം തന്നെയായിരുന്നു. കാരണം ഞാനിത് ഉണ്ടാക്കുമ്പോഴും അവർക്ക് എന്താണ് ചെയ്യുന്നതെന്നും അവർക്ക് അറിയില്ല. പിന്നെ അവർക്കത് അതിനെക്കുറിച്ചൊരു ചുരമാണ് എന്നുള്ളൊരു ധാരണ വന്നപ്പോൾ അവർ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവർ പ്രോത്സാഹനം തന്നു. അതുപോലെ വീട്ടുകാർ പ്രോത്സാഹനം തന്നു, നാട്ടുകാർ എല്ലാവരും പ്രോത്സാഹനം തന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര മനസ്സിലേക്ക് അത് ഒന്നും കൂടി നല്ല ക്ലിയർ ആക്കണം തോന്നി. അങ്ങനെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും വന്ന് കാണുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മളെ വലിയ ചുരം അല്ലെങ്കിലും ചെറിയ ചുരമാണെങ്കിൽ അതിൻ്റെ ആ ക്രിയേറ്റിവിറ്റി നമ്മളെ മുറ്റത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയല്ലോ എന്നുള്ള മനസ്സിലേക്കുള്ളൊരു സന്തോഷം. തുടർച്ചയായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. പിന്നെ അന്നേരം ആ സമയത്ത് നമുക്ക് വർക്കൊന്നും ഇല്ലാത്ത, ഞാൻ പെയിൻറ്റിങ് ജോലിയും പരിപാടിയൊക്കെയാണ്. പിന്നെ അതുപോലെ പല വർക്കിനും പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ടൈമിന് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാനങ്ങനെ ചെയ്തു. ഇനിയും ചെയ്യണം, എൻ്റെ മുറ്റത്ത് തന്നെ എനിക്ക് പല ഡെക്കറേഷൻ ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഈ ക്രിയേറ്റിവിറ്റി കൂടുതൽ ചെയ്യണം എന്നുണ്ട്. പക്ഷേ അതിനുള്ള സൗകര്യങ്ങളും പരിമിതിയായ സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ
അതിനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ചെയ്യണമെന്നുണ്ട്, മനസ്സിലുണ്ട്, പലതും ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആ ഒരു ഭാവന മനസ്സിൽ നമ്മളിവിടെ ഒരു വർണ്ണമായിട്ട് വിരിയിക്കണമെങ്കിൽ അത് നമുക്ക് അതിനുള്ള സ്ഥലമില്ലല്ലോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യണമെന്നൊക്കെ ഉണ്ട്.